ഫ്രണ്ട്സ്, അപ്പം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ കുറേ ദിവസമായിട്ടോ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് അണ്ടർ ഐ ഡാർക്ക്നെസ്സിനെ പറ്റിയാണ് പറയുന്നത്. ഒരുപാട് ആളുകൾക്ക് അറിയെങ്കിലും അറിയാത്ത ആൾക്കാർക്ക് ഹെൽപ്പ് ആവട്ടെ വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ ഇന്ന് ക്യാമറ നോക്കി സംസാരിക്കുമ്പം ആ ഒരു പൊസിഷനും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആകാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പം ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അധികം വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ, പറയുന്ന രീതിയാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ഈ അണ്ടർ ഐ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പിമ്പിൾസ് പോലെയും ആക്നെ പോലെയും ഒക്കെ എന്താ പറയുക, ഒരു വലിയൊരു പ്രോബ്ലം തന്നെയാണ് അണ്ടർ ഐ ഡാർക്ക്നെസ്. കാരണം നമ്മൾ ഈ ഒരു കണ്ണിൻ്റെ താഴെ അണ്ടർ ഐ ഡാർക്ക്നെസ് ഉണ്ടാകുമ്പം നമ്മളെ ഫേസ് മൊത്തമായിട്ട് അത് ബാധിക്കുകയാണ്. കാരണം നമ്മളെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഡൾനെസ് ഫീൽ ചെയ്യും, നമുക്ക് കുറച്ചൊരു ഏജ്ഡ് ആയിട്ട് തോന്നും കേട്ടോ. അപ്പോൾ ആ ഒരു പ്രശ്നം നല്ല രീതിയിൽ അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. അണ്ടർ ഐ ഡാർക്ക്നെസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് നല്ല രീതിയിലുണ്ട്. അപ്പം എനിക്ക് ജനറ്റിക്കലി ഉണ്ടായൊരു ഇതാണ് ഈ ഒരു അണ്ടർ ഐ ഡാർക്ക്നെസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ മോൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്താണെങ്കിലും അതിനുശേഷം പിന്നെ ഞാൻ അതിന് മുന്നേ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ എടുക്കുന്ന ടൈമിൽ അങ്ങനെ ഉറക്കം ഒഴിയുന്ന ടൈമിലാണ് ഇത് വല്ലാണ്ട് അധികം ആവാറ്. അപ്പോൾ എന്തായാലും അതിന് ഒരു ഹോം റെമഡി ഒക്കെ ചെയ്തിട്ട് അതൊന്നും മാറ്റാതെ ഞാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരു 15 ഡേയ്സ് അല്ലെങ്കിൽ 10 ഡേയ്സ് ചാലഞ്ച് പോലെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ പറഞ്ഞുതരാം. ഒരുപാട് ഹോം റെമഡീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഹോം റെമഡീസിൻ്റെ മുന്നേ തന്നെ ഈ ഒരു അണ്ടർ ഐ ഡാർക്ക്നെസ് എന്തുകൊണ്ടാണ് വരുന്നത് നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്തുകൊണ്ടാണ് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് നമ്മളിത് ട്രീറ്റ് ചെയ്തതിനെ കൊണ്ട് കാര്യമുള്ളൂ. ഒരുപാട് കാരണങ്ങളുണ്ട് ഇത് വരാൻ. അലർജി, ക്ഷീണം, ഉറക്കമില്ലായ്മ, ഡീഹൈഡ്രേഷൻ, ഇങ്ങനെയുള്ള കാരണം കൊണ്ടൊക്കെ, പിന്നെ വയസ്സ്, ഈ ഒരു കാരണം കൊണ്ടൊക്കെ അണ്ടർ ഐ ഡാർക്ക്നെസ് വരാം. അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ സാധാരണ ഉണ്ടാവുമെങ്കിലും ഈ ഒരു എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് അണ്ടർ ഐ ഡാർക്ക്നെസ്. പിന്നെ അണ്ടർ ഐ ഡാർക്ക്നെസ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുപാട് അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ. മെയിനായിട്ട് നമ്മൾ സാധാരണ ഉറങ്ങുന്നത് നമ്മൾ സാധാരണ സ്ലീപ്പിംഗ് ടൈമിനെയും കാട്ടിയും കുറച്ച് അധികം ഉറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു ടൈം അത്രയും ഉറങ്ങാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അണ്ടർ ഐ ഡാർക്ക്നെസ് നല്ല രീതിയിൽ വരുവേ. അതുപോലെ തന്നെ മദ്യം, പിന്നെ സാൾട്ടി ഫുഡ്സ് ഒക്കെ ഒരുപാട് കഴിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവർക്കൊക്കെ ഒരു അണ്ടർ ഐ ഡാർക്ക്നെസ് നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇതിന് മെയിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ജനിതക മുൻതൂക്കം നല്ല രീതിയിൽ ഉണ്ടാവും. കാരണം പാരമ്പര്യം കൊണ്ട് വരുന്ന ഒന്നും കൂടിയാണ് കേട്ടോ ഈ അണ്ടർ ഐ ഡാർക്ക്നെസ്. അപ്പോൾ ഈ അണ്ടർ ഐ ഡാർക്ക്നെസ് വരുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ജനിതകപരമായിട്ടാണ് വരുന്നതെങ്കിലും ഇത് നമുക്കൊരു പരിധി വരെ ഇതിനെ നമുക്ക് മറികടക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അലർജി ഇതിൻ്റെ ഒരു മെയിൻ ഫാക്ടറാണ് കേട്ടോ. കാരണം ഫുഡിൻ്റെതോ എന്തെങ്കിലും മെഡിസിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഒരു അലർജി നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുമ്പം അതിൻ്റെ ഒരു പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് ഹിസ്റ്റാമിനുകൾ ഉണ്ടാവും. അപ്പോൾ ഇത് രക്തക്കുഴലുകളിലേക്കൊക്കെ നീങ്ങിയിട്ട്, അതായത് കണ്ണിൻ്റെ അടിയിലേക്ക് നീങ്ങിയിട്ട് കണ്ണിൻ്റെ അടിയിൽ രക്തക്കുഴലുകൾക്ക് അടിയിലായിട്ട് നല്ല രീതിയിൽ ഇത് ദൃശ്യമാവും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു കണ്ണിൻ്റെ അടിയിൽ കറുപ്പും കാര്യങ്ങളൊക്കെ അലർജി മൂലം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അതുപോലെ തന്നെയാണ് നമ്മൾ രാത്രിയൊക്കെ ഉറക്കം കഴിഞ്ഞിട്ട് ഫോണ്, TV ഒക്കെ നോക്കുമ്പോഴും നമുക്ക് ഈ ഒരു അണ്ടർ ഐ ഡാർക്ക്നെസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ, ഐ സ്ട്രെയിൻ നല്ല രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ടൈമിൽ നമുക്കിത് നല്ല രീതിയിൽ തന്നെ വരും. അപ്പം നമുക്കിതൊക്കെ ഒരു പരിധി വരെ കുറേയൊക്കെ നമുക്കിത് ഒഴിവാക്കാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിലും ഞാൻ പറയുന്ന അതായത് ഇതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം ഒരു പരിധി വരെ നമുക്ക് അണ്ടർ ഐ ഡാർക്ക്നെസ് കുറച്ചെടുക്കാൻ പറ്റും. ഒരുപാട് നമ്മൾ ഐക്ക് സ്ട്രെയിൻ കൊടുക്കുമ്പം നമ്മളെ കണ്ണിൻ്റെ അടിയിൽ രക്തക്കുഴലുകൾ വലുതാവുകയെ. അപ്പം അങ്ങനെയാണ് ഈ രക്തക്കുഴലുകൾ ദൃശ്യമായിട്ടാണ് കണ്ണിൻ്റെ അടിയിൽ കറുപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ മെയിനായിട്ട് വേറൊരു കാര്യമാണ് ഡീഹൈഡ്രേഷൻ. അപ്പോൾ നിർജ്ജലീകരണം. അപ്പം നമ്മൾ മര്യാദയ്ക്ക് വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ ശരീരത്തിൽ സൂര്യപ്രകാശത്തിൻ്റെ അളവ് കൂടും. അത് മാത്രമല്ല മെലാനിൻ്റെ അളവും കൂടും കേട്ടോ. അപ്പോൾ മെലാനിൻ്റെ അളവ് കൂടുന്നത് കൊണ്ട് തന്നെ കണ്ണിൻ്റെ അടിയൊക്കെ ഇരുണ്ടതായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവാൻ അതും ഒരു കാരണം. കണ്ണിൻ്റെ അടിയിൽ ആ ഒരു പിഗ്മെൻറ്റേഷനും പിന്നെ ചുളിവും ഒക്കെ വരാൻ വേണ്ടിയിട്ടൊരു കാരണം കൂടിയാണ് കേട്ടോ ഇത്. വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ തൈറോയ്ഡ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് മരുന്ന് കുടിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു അണ്ടർ ഐ ഡാർക്ക്നെസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഹോം റെമഡി പറയുന്നതിന് മുന്നേ ഞാൻ പാർലറിലൊക്കെ ചെയ്യുന്ന ഒരു അണ്ടർ ഐ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞുതരാം. അപ്പോൾ അതിൽ മെയിനായിട്ടാണ് ഇത്. അപ്പോൾ ഇത് ലാക്ടോ ബ്ലീച്ച് ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു തരുന്നത്. ലാക്ടോ ബ്ലീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ബ്ലീച്ചിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് ഓക്സി ബ്ലീച്ച്
അപ്പോൾ ഓക്സി ബ്ലീച്ചിൽ ലാക്ടോ ബ്ലീച്ചിനേക്കാളും കുറച്ച് കെമിക്കൽ കൂടുതലാണ്. അതുമാത്രമല്ല ലാക്ടോ ബ്ലീച്ച് നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാം കണ്ണിൻ്റെ മുകളിലും. സാധാരണ ബ്ലീച്ച് നമുക്ക് കണ്ണിൻ്റെ മുകളിലൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ കണ്ണിൻ്റെ മുകളിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കണ്ണിൻ്റെ മുകളിൽ മാത്രമല്ല, നമുക്ക് സാധാരണ ബ്ലീച്ച് ചെയ്യുമ്പം ഈ ഒരു ബ്ലീച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. അതായത് നമ്മൾ ഇവിടെ ഒന്നും റെഡ് കളർ ആവില്ല കേട്ടോ. ആ ഒരു നമ്മളെ പിരികം പിന്നെ മുഖത്തുള്ള ഹെയർസിലൊന്നും റെഡ് കളർ ആവില്ല. അതിൻ്റെ അത്ര പാർശ്വഫലങ്ങൾ ഈ ഒരു ബ്ലീച്ചിനില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കണ്ണിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെറുതായിട്ടൊരു ക്ലെൻസിങ് മിൽക്ക് വെച്ചിട്ട് നല്ല രീതിയിൽ കണ്ണൊന്ന് ക്ലെൻസ് ചെയ്യുക. കണ്ണിൻ്റെ പുറത്തൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്യുക. മുഖം മൊത്തമായിട്ടും ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ ക്ലെൻസ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബ്ലീച്ച് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, കാരണം കണ്ണിൻ്റെ ഉള്ളിലൊന്നും ആവരുത് കേട്ടോ. ഒരു 10-15 മിനിറ്റ് നമ്മൾ 20 മിനിറ്റ് വരെ വെച്ചതിന് ശേഷം ഒരു 2 കുക്കുംബർ കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ കോട്ടണിൽ നനച്ചിട്ടോ നമ്മൾ കണ്ണിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കഴുകിയതിന് ശേഷം നമുക്ക് മസാജിങ് ക്രീം, ഒരു ഐ മസാജിങ് ക്രീം ഇട്ടിട്ട് നമുക്ക് മസാജ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു മസാജുകളും കൂടെ ഞാനിതിൽ കാണിച്ചു തരാം. കണ്ണിന് വളരെ നല്ലതാണ് കേട്ടോ ആ മസാജുകൾ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഐക്ക് ഒരു റൗണ്ട് മസാജ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു 2-3 പ്രാവശ്യം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ റിംഗ് ഫിംഗർ ഉപയോഗിച്ച് ഇങ്ങനെ വൈബ്രേഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ അതും കണ്ണിന് എത്ര പ്രാവശ്യം കൊടുക്കുന്നോ അത്രയും പ്രാവശ്യം അത് കണ്ണിന് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഒരു കണ്ണിൻ്റെ അപ്പർ ലിഡിലും ലോവർ ലിഡിലും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇവിടെ 3 പ്രാവശ്യം, ഇവിടെ 1 പ്രാവശ്യം, ഇവിടെ 3 പ്രാവശ്യം, ഇവിടെ 1 പ്രാവശ്യം, അങ്ങനെ നമ്മൾ ആ ഒരു മസാജും കൂടെ ചെയ്ത് കൊടുക്കണേ. അതിനുശേഷം നമ്മൾ ഈ ഒരു കൃഷ്ണമണിക്ക് മുകളിലായിട്ട് S&T എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ. അങ്ങനെ ആ ഒരു മസാജും കൂടെ കൊടുത്തിട്ട് കണ്ണിൻ്റെ ഈ ഒരു കോണിൽ നമ്മൾ ആ ഒരു രീതിയിൽ മസാജ് കൊടുക്കണം കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഈ ഒരു പുരികത്തിനും കൂടെ ചെറിയൊരു മസാജ് കണ്ണിന് കൊടുക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു മസാജാണ്. അതായത് ഇതിങ്ങനെ നമ്മൾ പിഞ്ചിങ് ചെയ്യുക, അയൺ ഔട്ട് ചെയ്യുക, പിഞ്ചിങ് ചെയ്യുക, അയൺ ഔട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് ആ ഒരു മസാജ്. അതിന് ശേഷം ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒരു മസാജ് നമ്മൾ കൊടുക്കുക കേട്ടോ. ഇത് മസാജിങ് ക്രീം അപ്ലൈ ചെയ്തിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോം റെമഡി ആണ് കേട്ടോ. ഹോം റെമഡീസ് ഒരുപാടുണ്ട്. അണ്ടർ ഡാർക്ക്നെസ്സിന് ഉള്ള ഹോം റെമഡീസ് ഞാൻ ഫസ്റ്റ് പറഞ്ഞുതരാം. അതായത് നമ്മളെ പൊട്ടറ്റോ എടുക്കുക കേട്ടോ. അപ്പോൾ പൊട്ടറ്റോൻ്റെ ജ്യൂസ് ഇതാണ് കേട്ടോ. അത് പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്ത് ജ്യൂസാക്കി എടുക്കുക. എന്നിട്ട് ആ ജ്യൂസിലേക്ക് കുറച്ച് പാലും കുറച്ച് കോഫി പൗഡറും കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒരു 20 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർ ഡാർക്ക്നെസ് നല്ല രീതിയിൽ പോവേ. ഇനി അങ്ങനെ അല്ലെങ്കിൽ കുറച്ച് പൊട്ടറ്റോ ജ്യൂസ് മാത്രം എടുക്കുക, കുറച്ച് പാലും കൂടെ മിക്സ് ആക്കിയിട്ട് കോട്ടണിൽ മുക്കി ഉറങ്ങുന്നതിന് മുന്നേ അപ്ലൈ ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ അതും അല്ലെങ്കിൽ വേറെ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് അലോവേര ജെല്ലും കുറച്ച് കോഫി പൗഡറും കൂടെ എടുത്ത് മിക്സാക്കി അത് കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താലും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളെ പൊട്ടറ്റോ ജ്യൂസും തേനും മിക്സ് ചെയ്യാം. പിന്നെ അതല്ലെങ്കിൽ കോഫി പൗഡറും തേനും മിക്സ് ചെയ്യാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് കണ്ണിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് കഴുകി കളയാവുന്നതാണ്. പിന്നെ കുറച്ച് കുക്കുംബർ കട്ട് ചെയ്തെടുത്തിട്ട് അതിൽ ഈ ഒരു കോഫി പൗഡർ മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മളെ കണ്ണിൻ്റെ അടിയിൽ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഒരു മാറ്റം വരും കേട്ടോ. പിന്നെ അലോവേര ജെല്ല് മാത്രം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ ഇത് മാറ്റം വരുവേ. പിന്നെ നല്ല രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കുക കേട്ടോ. വെള്ളം കുടിക്കുന്ന മാത്രമല്ല, പിന്നെ നമുക്ക് ഒരുപാട് ഐ മാസ്കുകളൊക്കെ വാങ്ങാൻ കിട്ടും. നിങ്ങൾക്ക് തീരെ ഉറക്കമൊന്നുമില്ലെങ്കിൽ ഐ മാസ്ക് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഉറങ്ങുന്ന ടൈമിൽ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്കത് ഉറക്കവും കിട്ടും. നമുക്ക് കണ്ണിൻ്റെ ആ ഒരു ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട്, ഡാർക്ക്നെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞൊരു ഒരു ടിപ്പ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഡ്രസ്സിലാവാണ്ട് ശ്രദ്ധിക്കണേ. ഇത് കുറച്ച് ലൂസ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഫസ്റ്റ് വാഷിൽ തന്നെ നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ടിപ്സ് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ലൈക്കൊക്കെ ഇടണം കേട്ടോ.